മുത്തും പവിഴത്തിൻ്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഒ.എൻ. സാറിൻ്റെ ചലച്ചിത്ര ഗാനങ്ങളിലെ പാടുക അല്ലെങ്കിൽ പാടി അല്ലെങ്കിൽ പാട്ട്, ഈ വാക്ക് ഏത് ചിത്രങ്ങളിലെ ഏതെല്ലാം ഗാനങ്ങളുടെ ഭാഗത്ത് വന്നെന്നുള്ളതാണ് നമ്മുടെ അന്വേഷണം. ഇന്ന് പറയാൻ പോകുന്ന ഒരു ചിത്രം നാടോടി. അന്തരിച്ചുപോയ ശ്രീ തമ്പിത കണ്ണന്താനമാണ് ഇതിൻ്റെ സംവിധായകൻ. അതുപോലെ നമ്മളെ വേർപെട്ട് പിരിഞ്ഞു പോയ ഹിറ്റ് മേക്കർ SP വെങ്കടേഷ് സാറാണ് ഇതിൻ്റെ സംഗീത സംവിധാനം. ഒ.എൻ. സാർ, SP വെങ്കടേഷ് സാറിൻ്റെ ഒരു കോംബോ നമ്മൾ നിരവധി ഗാനങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പം നാടോടി എന്ന ചിത്രത്തിലെ 3 ഗാനങ്ങളുണ്ട്. ഈ 3ലും ഒ.എൻ. സാറിൻ്റെ നമ്മൾ അന്വേഷിക്കുന്ന വാക്ക് വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇതിൽ ശ്രീ MG ശ്രീകുമാർ ലഭിച്ച എന്താ പറയുക, ചടുലമായ രസകരമായ ഒരു പാട്ടുണ്ട്. ദൂരെ 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 പാടും വാനം പാടി, ദൂരെ 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 പാടും വാനം പാടി, പോരു പോരു കാടിൻ തേങ്ങൽ കേൾക്കുന്നില്ലേ, പാടി 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 പോകും വാനം പാടി, പാടി 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 പോകും വാനം പാടി, താഴെ 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 കാട്ടിൽ കൂടുന്നില്ലേ, എന്തേ തുമ്പീതുള്ളാൻ എന്തേ പോരാത്തു, അന്തിച്ചൂപ്പും മിന്നും മുന്നും പോരാഞ്ഞു എന്നോടൊന്ന് അപ്പോൾ നോക്കൂ. ദൂരെ 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 പാടും വാനം പാടി, അവിടെ ഒരു പ്രാവശ്യം അദ്ദേഹം ഉപയോഗിച്ചു പല്ലവി തന്നെ. വീണ്ടും പാടി പാടി പാടിപ്പോകും വാനം പാടി, അല്ലേ? 2 തവണ 2 പ്രാവശ്യമാണ് ഈ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി അനുപല്ലവിയിലെ പാലരുവി നിൻ പാദസരങ്ങൾ പാടുമ്പോൾ പാൽനുര ചിന്നി പൂമണി ചിന്നാരാ, കണ്ടോ? പാലരുവി നിൻ പാദസരങ്ങൾ പാടുമ്പോൾ വീണ്ടും വരുന്നു. പാട്ടിങ്ങനെ ഒഴുകുകയാണ് ആ വാക്ക്. പാലരുവി നിൻ പാദസരങ്ങൾ പാടുമ്പോൾ, തുടർന്ന് ഈ കളിവട്ടത്തിത്തിരി നേരമിരുന്നോട്ടെ, ഉരിയിളെ മൂവിൻ കവിളിൽ മെല്ലെ തഴുകിപ്പാടട്ടെ, കണ്ടോ? വീണ്ടും കവിളിൽ മെല്ലെ തഴുകിപ്പാടട്ടെ. വീണ്ടും വരികയാണ്, അടുപ്പിച്ചടുപ്പിച്ചാണ്. കവിളിൽ മെല്ലെ തഴുകി പാടട്ടെ, കാലിക്കുടമണി ഏതൊരു ദുഃഖം മൂളുന്നു, കമ്പിളി വിക്കും കയ്യുകൾ മഞ്ഞിൽ ചൂടുന്നു. അതിൻ്റെ അവസാനമാണ് ഇനി താഴ്വാരം നീളെ പാടു നീ രാപ്പാടി. വീണ്ടും കണ്ടോ? പാടു നീ രാപ്പാടി, നാം ഈ മണ്ണിൻ മാറിൽ പൂക്കും സ്വപ്നങ്ങൾ, നാം ഈ മണ്ണിൻ മാറിൽ തീർക്കും ശില്പങ്ങൾ. ദൂരെ ദൂരെ. രസകരമായ ഗാനമാണ്. എത്ര തവണ ഉണ്ടെന്ന് നിങ്ങൾ തന്നെ എണ്ണിക്കോ. ഞാൻ ഇങ്ങനെ 1, 2, 3, 4 എന്ന് പറയണ്ടല്ലോ, നോക്കിക്കോളൂ. പാടു നീ രാപ്പാടി. ഇനി ഇതിൽ മറ്റൊരു ഗാനമുണ്ട്. ശ്രീ MG ശ്രീകുമാറും ആൻഡോ അലക്സും മിൻമിനിയും കൂടെ ചേർന്ന് പാടിയാണ്. കുഞ്ഞിപ്പാവയ്ക്കുന്നല്ലോ നല്ല നാള് തിരുനാള്, തുന്നി വച്ചതാരാണി കിന്നരിപ്പൊൻ തലപ്പാവ്. കുഞ്ഞു പാവയ്ക്കുന്നല്ലോ. അനുപല്ലവി തുടങ്ങുന്നത് കുഞ്ഞുടുപ്പും കുപ്പിവിളയും കിങ്ങിണിയും അണിയാം, ഇങ്ക് തരാം ഉമ്മ തരാം രാരീരോ പാടാം. അവിടെ പാടാം എന്നുള്ള വാക്ക് ഇതാ വന്നിരിക്കുന്നു. ചരണത്തിന്റെ അവസാന ഭാഗം ഇത്തിരി പൂമുറ്റമുണ്ടേ പിച്ച വെച്ച നടക്കാൻ, പുത്തിലിഞ്ഞ് ചോട്ടിൽ നിന്റെ കൂട്ടരൊത്തു പാടാം. വീണ്ടും വന്നിരിക്കുകയാണ് വാക്ക് 2ാമത്തെ പ്രാവശ്യം. ഇതിലെ 3ാമത്തെ ഗാനം ശ്രീ മലേഷ്യ വാസുദേവ സാറും ചിത്രചേച്ചിയും കൂടെ പാടിയ സൂപ്പർ ഡ്യൂപ്പർ പെപ്പി സോങ് ആണ്. എല്ലാ കാലത്തും എല്ലാവരും നൃത്തച്ചൂടുകൾ വയ്ക്കുന്ന പാട്ടാണ്. ജുംബ 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 ജുംബ, മാനോടും താഴ്വാരത്തെ മാളൂരെ നൃത്തം കണ്ടേ, തമ്പ്രാനും തമ്പ്രാട്ടിയും തന്തോഴം കൂടുന്നുണ്ടേ. തന്തോഴം എന്നുള്ള അങ്ങനെ കൊളോക്കിയൽ വേർഡാണ് സന്തോഷത്തിന്. ജാം ചക്ക 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 ജാം ചക്ക 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 ജുംബ 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 ജുംബ. നല്ല അസാധ്യമായ ശബ്ദത്തിനുടമയാണ് മലേഷ്യ വാസുദേവ സാറ്. ഹൈ റേഞ്ച് ഗാനങ്ങളെല്ലാം അദ്ദേഹത്തിന് പാടാൻ പറ്റും. ഇതിൽ അതിൽ രസകരമായിട്ട് പെപ്പി സോങ് അത് ആലോചിച്ചിട്ടുണ്ട്. പല്ലവി ഇങ്ങനെയാണ് തുടങ്ങുന്നത്. അനുപല്ലവി തുടങ്ങുന്നത് പൂമാനം മേലെ പൂക്കുടമേലെ മാനും മയിലുമൊത്ത് മേഞ്ഞു നടന്നേ, ഇങ്ങനെയാണ് തുടങ്ങുന്നത്. ഇതാ നമ്മൾ ആഗ്രഹിച്ച വരി വരുന്നു. കാട്ടാറിൻ പാട്ട് കേട്ടു വളർന്നേ, പാട്ടു പാടുമ്പം കാട്ടുതേനിമ്പം. കണ്ടോ? കാട്ടാറിൻ പാട്ട് പാടുമ്പോൾ
കാട്ടു തേനിമ്പം എല്ലാം പ്രാസമാണ് ഇട്ട 2 തവണ ആ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഇതാ വീണ്ടും നീ വന്നു കണ്ടോ കിളികൾ പാടി നീലമാനത്ത് നീർമുകിൽ മൂടി. ഇതാ വീണ്ടും വരുന്നു പാടിയും ആടിയും ഇല്ലത്ത് കൂടുന്നത് ആരാണോ. ചരണത്തിന്റെ അവസാനം ആടാടു പാമ്പേ പാടുവതെന്നാരോ നീലനാഗിനി പോലാടുവതാരോ. കേട്ടോ, നീലനാഗിനി പോലാണ് ആടാട് പാമ്പേ പാടുവതെന്നാരോ. അവിടെ പാടുവെന്നുള്ള പാട്ടെന്നുള്ള വാക്ക് വന്നിട്ടുണ്ട്. നീലനാഗിനി പോലെ ആടുവെന്ന്. എത്ര സ്ഥലത്താണ് ഈ ഗാനത്തിൽ അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം നാടോടി എന്ന് പറഞ്ഞ ഈ ചിത്രത്തിൽ നമ്മളെന്ന് പറഞ്ഞ 3 ഗാനങ്ങളിലും സമൃദ്ധമായി വാക്ക് ഒഴുകി താമര എന്താ കുളത്തിൽ പൊങ്ങി നിൽക്കും പോലെ ഒഴുകി നടപ്പുണ്ട്. എല്ലാ ഗാനങ്ങളിലും ഉണ്ട്. അപ്പോൾ നമ്മൾ SP വിജയ് സാറാണ് എൻ്റെ സംഗീത സമയം നിർവഹിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നിങ്ങൾ ഈ നാടോടി എന്നുള്ള ചിത്രത്തിലെ ഗാനം ഇനിയും കേൾക്കും. എല്ലാവരും എപ്പോഴും കേൾക്കുന്ന പാട്ടുകളാണ്. ഇതും കൂടെ മനസ്സിൽ വയ്ക്കണം. അപ്പോൾ വീണ്ടും ഗംഭീരമായ പാട്ടുകളും അന്വേഷണമായി വീണ്ടും എത്തുന്നതാണ്. അതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്മകൾ നേരുന്നു.